പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, പിന്നെ എന്താണെങ്കിലേ നമ്മളിച്ചിരി നെച്ചോറ് വയ്ക്കാൻ പോവുക അല്ലേ? നെച്ചോറ് വയ്ക്കാൻ, നെച്ചോറും ചിക്കൻ കറിയും അത് തന്നെ. പിന്നെ പരിപ്പുണ്ട്, പപ്പട, സലാഡ്, അച്ചാറ്, ഐറ്റംസ് ഉണ്ട്. അരി എടുക്കാം കേട്ടോ. മൊത്തം എടുക്കട്ടെ എന്ന് മൊത്തം എന്താ അതെല്ലാം ഇട്ട് നമുക്ക് എല്ലാം എടുക്കാം. പെരുന്നാളിന് നമുക്ക് പിന്നെ എന്തായിരുന്നടി നമ്മുടെ പെരുന്നാളിന് സദ്യയാണ്. എൻ്റെ അടുത്തോടു പെരുന്നാളിന് നമ്മൾ സദ്യയായിരുന്നു. അതിന് നമ്മൾ വിചാരിച്ച് ഇന്ന് ഞങ്ങൾ കുറച്ച് പേർക്ക് ചോറൊക്കെ കൊടുക്കണം കേട്ടോ. എവിടാന്നറിയാവോ? ഉദാസിൻ്റെ ഒരു അംഗൻവാടിയിൽ പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെച്ചുകൊണ്ട് കൊടുക്കാൻ പോവാണ് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഉമ്മാക്ക് ചെറിയൊരു ജോലി കിട്ടി. അപ്പം നമ്മൾ അതിനു വേണ്ടി ചെറിയൊരു ഫംഗ്ഷൻ വെക്കുകയാണ്. അതിനു വേണ്ടി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബർ മുനീറ നൗഷാദാണ്. അത് എടുക്കുന്നില്ലായിരിക്കും, അതെടുക്കരുത്. അങ്ങനെ പറയാൻ ഒഴിക്കണം കേട്ടോ. നല്ലോണം ഇത് ഒന്നിച്ചിരി കഴിവാക്കത്തില്ല എന്ന് പറഞ്ഞു. വലിയ ചരിവുണ്ടോടെ? വലിയ ചരുവത്തിലേ പറ്റി. ഇതിനകത്ത് പറ്റത്തില്ല. നമുക്ക് അരിയൊക്കെ കഴുകി ഇനി നമുക്ക് അടുപ്പിലേക്ക് കൊണ്ടുപോകാം. അതിനകത്ത് നമ്മളെ ഇത് പട്ട, ഗ്രാമ്പു, ഈ ഇല ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ കളർ ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ നിന്നെ കണ്ണാടി കൂടെ കാണാമായിരിക്കും. നമുക്കിതിനകത്ത് ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കളറിന് വേണ്ടി നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഉണ്ടെങ്കിലല്ലേ കൊള്ളാവോ. അന്നേരം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി വെള്ളം തിളച്ച് നമ്മളിനി അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് മാത്രം അടിച്ചു പൊളിയൊന്നുമില്ലായിരുന്നു. പെരുന്നാളിന് നമ്മൾ സാധാ ഊണായിരുന്നല്ലേ ഒടിയാച്ച്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ്ട് ഇത് ഉണ്ടാക്കുന്ന എന്തോത്തിനാണെന്നറിയാമോ? എന്തിനാടി? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ചോറ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അംഗൻവാടിയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കൊച്ചുങ്ങൾക്ക്, ഉദാസിൻ്റെ കൊച്ചുങ്ങളാണ് എല്ലാവരും. എൻ്റെ പൊടി കുഞ്ഞുങ്ങൾ ഞങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിച്ചില്ലേ. എൻ്റെ കൊച്ചുങ്ങൾക്ക് ഇച്ചിരി വല്ല ആഹാരം വെച്ച് കൊടുക്കാൻ. അങ്ങനെ കൊച്ചുങ്ങൾ ചെറിയൊരു ഫംഗ്ഷൻ, ചെറിയ രീതിയിൽ ഇച്ചിരി ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി കൊച്ചുങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ആച്ചു അതിൻ്റെ പേര് പറഞ്ഞാണ് കോളേജിലൊക്കെ പോവാതിരിക്കുന്നത്. ഉമ്മായെ സഹായിക്കണം അതുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആച്ചുണ്ട് എനിക്ക് വീഡിയോ എടുത്തു. ഇപ്പോൾ ഒന്നും വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു ഷെഡൊക്കെയാ ഗൈസ്. നമ്മൾ അതിനകത്തൊക്കെ ഇട്ടങ്ങ് ചെയ്യുക. അയ്യോ, ഇത് ചെറിയ ഷെഡെന്ന് പറഞ്ഞാൽ ഇവിടാണ് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത്. മുംതാസിൻ്റെ കിച്ചണിൽ ഗ്യാസ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, അടുപ്പില്ല കേട്ടോ. അതുകൊണ്ട് അടുപ്പ് ഇവിടാണ്. കൊള്ളാവോ ഗൈസ് കണ്ടിട്ടൊക്കെ? നമ്മൾ ഓൾറെഡി രാവിലെ ഇറച്ചിക്കറി ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇനി നമുക്ക് ചോറിലോട്ട് പോകാം. നമ്മൾ ചൂടുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പുക കൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നമ്മൾ അരി ഇടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നമ്മുടെ അരി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കൊള്ളുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും കട്ട കെട്ടാതിരിക്കാൻ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഒന്നും അറിയില്ല. നമുക്ക് ഇച്ചിരി നാരങ്ങാ നീര് കൂടെ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറെല്ലാം അങ്ങ് ഒന്നിച്ചായി പോകത്തില്ല. അതുകൊണ്ട് ഇച്ചിരി നാരങ്ങാ നീര് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. എല്ലാ ആഴ്ചയും എന്നെ അങ്ങ് എടുക്കുന്നു.
ഇനിയൊന്ന് തരുന്നതില്ല. നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി വേണോ? ഇനി വേണ്ടായിരിക്കും. ഒരെണ്ണം കൂടെ നമുക്ക് ഒഴിച്ചേക്കാം. കട്ടായിട്ടാൽ സവാളയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ. സവാള ചോറിനാണ് ഇത് ആവശ്യത്തിന് പൊളിച്ചെടുത്ത് ഇച്ചിരി അരിഞ്ഞ് ചോറിൽ ഇച്ചിരി മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ചു. ചിലരിടും ചിലരിടത്തില്ല. എനിക്ക് ഇച്ചിരി ഇടുന്നതിനോടാണ് താല്പര്യം. എങ്കിലേ ആ ചോറിനൊരു ഇതൊക്കെ വരുത്തുള്ളൂ കേട്ടോ. പിന്നെ എല്ലായിടത്തും വീടുകളിൽ ഗ്യാസൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഗ്യാസിന് ക്ഷാമം. ബുക്ക് ചെയ്ത് 45 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഗ്യാസ് വന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ബുക്ക് ചെയ്ത് ഗ്യാസിന് കിട്ടാറുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടുതലും അടുപ്പിലാണ് ഇപ്പോൾ വെക്കുന്നത്. പിന്നെ പറയണ്ട ഗൈസ്, നമ്മൾ ഈ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുക. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ സവാളയും തക്കാളിപ്പഴമൊക്കെ അരി എടുത്ത് വെക്കാം കേട്ടോ. ഇവിടെ വെള്ളം കുറവാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? വെള്ളമൊക്കെ ഉണ്ടോ? നമ്മളിപ്പം ഇവിടെ ഗ്യാസ് ഈ ഭയങ്കര ഉണക്കല്ലേ, ഉള്ള വെള്ളം മൊത്തവും പറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ല കേട്ടോ. കയ്യറ പണ്ടല്ല ആകപ്പാട് ഈ കയ്യറില്ലാതെ എനിക്ക് സവാളയൊന്നും അരിയാനും പറ്റത്തില്ല. കട്ടിങ് ഉണ്ടായിരുന്നെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ അത് മതിയായിരുന്നു കേട്ടോ. അതില്ലാത്തതുകൊണ്ട് വെള്ളം എടുത്തുണ്ടോ? അതെടുത്താൽ പോരായിരുന്നു. അന്നേരം അത് മതിയായിരുന്നു കേട്ടോ. നമ്മൾ എടുത്ത പാത്രം ചെറുതായിപ്പോയി. അതുകൊണ്ട് നമുക്കിപ്പം ചോറിനി മാറ്റിയിടണം പാത്രത്തിലേക്ക്. ഇച്ചിരി പഴുത്ത് ഇതിരുന്നിട്ട് പിന്നെ കൂടിപ്പോയി ചെറുതെടുത്തോണ്ട് വന്നിരിക്കുന്നു. ചേച്ചിയൊക്കെ പോയോടെ? അവർക്കിന്ന് ഉത്സവം. അല്ലെങ്കിൽ ജാനി ഇപ്പം വന്നേനെ കേട്ടോ. ജാനി ഇവിടെ മേയിക്കാൻ വന്നേനെ. ജാനിയുടെ അവിടുത്തെ ഉത്സവമാണ്. അങ്ങനെ ജാനിയൊക്കെ പോയി. നോക്കടി. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാണ്ട് ഏകദേശം വെന്തിരിക്കുന്നു ഗൈസ്. നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ റൈസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ ബിരിയാണി റെഡി ഗൈസ്. വരുന്നോ കാത്തു വെക്കാണേ? ഗൈസ് നമ്മൾ ഊറ്റുവാണ്, ചോറ് ഊറ്റുവാണ്. അത് മതി ശരിയല്ല. ബാക്കി പിന്നെ കൊണ്ടുപോയി ഉള്ളതനുസരിച്ച് അത് വിളമ്പി മതി കേട്ടോ. ഒരു സാധനം എടുക്കാം. അതിന് കേട്ടോ കഴുകിയ കരിയാപ്പിലയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കഴിവാന്ന് വെച്ചേക്കോ. നല്ല കഴുകിയിട്ടുണ്ട്. ഫോണിനകത്ത് കളിക്കുന്ന മറ്റേ കണ്ണപ്പൻ തിന്നതാ ഇതോ ഇരിക്കുന്നത്. ഇച്ചിരി വെന്ത് പോയി ചോറ്. അത് മറ്റേ പാത്രം വെച്ചിട്ട് വെച്ച് അതാ നല്ലത്. പാത്രം വെച്ചിട്ടിട്ട് ഉടച്ചു വിട്ടാൽ മതി. എന്തിയാ പാത്രം എടുത്തോണ്ട് ഇടട്ടെ? ഉടച്ചു വിട്ടാൽ മതി. നീ ആ പാത്രം ഇങ്ങട്. ഇത് തട്ടണോ? അഞ്ഞി അച്ഛന് ഇതെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചോണം. അച്ഛനോട് ജോലി ചെയ്തില്ല. നെയ്യ് എസൻസ്
അങ്ങ് വേണോ മൊത്തം? അപ്പോൾ പിന്നെ ഇത് ഇത്ര അരി ആ എന്നാൽ ഒഴിച്ചറിയാം. ഇനി തീ ഇടണ്ട കേട്ടോ. തീ ഇടണ്ട. അങ്ങനെ ഫൈനലി അവർ ബിരിയാണി ഫൈനലി നമ്മുടെ ബിരിയാണിയുടെ ലുക്കാണ്. ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ്. പക്ഷേ ഉള്ള സത്യം പറയണം, ഇച്ചിരി അരി വെന്ത് പോയി. അത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. നമ്മളങ്ങനെ പപ്പടം കൂടെ ലാസ്റ്റ് പൊരിക്കുകയാണ് കേട്ടോ. പപ്പടം, ചോറായി, പരിപ്പായി, ഇറച്ചിക്കറിയായി, പപ്പടമായി, സലാഡുണ്ട്. സലാഡ് എന്തിടി? സലാഡ്, അച്ചാർ. ആ സലാഡ്, അച്ചാർ മേടിച്ച് ചെയ്ത് കേട്ടോ. തൊഴിലിരിക്കുന്നതാണ് അച്ചാർ. സമയമില്ല. അതാണ് ഗേസ് അച്ചാർ. പിന്നെ പപ്പടവും പൊരിച്ചു, സലാഡ്. സലാഡ്, പപ്പടം, അച്ചാർ, ഇത് ഇത്ര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി. ബിരിയാണി, നെയ്ച്ചോറ്. അച്ഛനവിടെ അച്ചാറെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. ഇല്ല, ബനിയൻ ഇട്ടേക്കുന്നുണ്ടാവും. ഡെക്കറേഷൻ അങ്ങനെ വാപ്പി ആരാണ് വേറെ പല പല ഐറ്റം പുതിയത് കണ്ടാ കണ്ട കൈസ് അങ്ങനെ പുതിയ മോഡൽ. ഓരോന്ന് പൊതിയുക, മാറ്റുക, അടുത്ത പേപ്പർ എടുക്കുക, ചോറിടുക, പൊതിയുക. അതാണ് എല്ലാരും കണ്ടുപിടിച്ചോണേ. അത്ര എളുപ്പമാണ്. ഹോട്ടലിലൊന്നും ജോലി ചെയ്യുന്നതല്ല, അനിയനാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അതാണെങ്കിൽ ഇനി പൊതി കെട്ടണ്ടെന്നവര് ഈ ട്രിക്ക് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കണം കേട്ടോ. ഒരു ഇതിടുക, അതിന്റെ മേളിൽ ഒരു പേപ്പർ വെക്കുക. ആ കണ്ടോ, ആ കണ്ടോ, അതാണ് സംഭവം. അത്രേ ഉള്ളു കേട്ടോ. 11 പൊതിയല്ലേ? 12 പൊതിയല്ലേ? അജ്മിയുടെ അച്ചാറാണ് കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് കഴിച്ച് നോക്കിയതാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അച്ചാർ. അജ്മി അങ്ങനെ പൊതിയെല്ലാം പൊതിഞ്ഞ് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. ആരും സബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അങ്ങനെ മുന്താസ് ചോറൊക്കെ ആയിട്ട് മുന്താസിൻ്റെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ചോറ് ഒരുപാട് എന്താ ഇല്ല, അത്ര വേണം, അല്ലെങ്കിൽ ദഹിക്കത്തില്ല. കളർ ഇത്രയും പോരെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. ഞാനും അശ്നായും ഉമ്മായും പാപ്പായും ഉണ്ടായിരുന്നു കേട്ടോ. മുന്താസ് പിന്നെ അങ്ങ് പോയായിരുന്നു ചോറൊക്കെ കൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഞാനിന്ന് പോയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കല്ലേ. ടാറ്റാ.